അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെല്ലാവരും റമളാൻ മാസത്തെ ഒത്തിരി സ്നേഹിക്കുന്നവരാണ് അല്ലേ? റമളാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരാധനകളിൽ അല്പം പിന്നോട്ട് പോകാറുണ്ട് അല്ലേ? എന്നാൽ പുണ്യങ്ങളുടെ കാര്യത്തിൽ റമളാനിലെ അവസാന 10 ദിനങ്ങളിലെ പകലുകളേക്കാൾ അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചില ദിവസങ്ങൾ ഇപ്പോൾ നമ്മളുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. അതെ, ഏതാണത്? ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. പലപ്പോഴും നമ്മൾ ഈ ദിവസങ്ങളെ വെറും പെരുന്നാൾ വരാനുള്ള ദിവസങ്ങളായിട്ടാണ് കാണാറുള്ളത് അല്ലേ? എത്ര പേര് അങ്ങനെ കാണുന്നുണ്ട് പെരുന്നാൾ വരാനുള്ള ദിവസങ്ങളായിട്ട്? എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോളി, എന്നാൽ ഒരു വർഷത്തിലെ ഏറ്റവും നല്ല പകലുകൾ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദിവസങ്ങളെ വിശേഷിപ്പിച്ചത്. ഇന്ന് നമ്മൾ ഈ 10 ദിവസങ്ങളുടെ പ്രത്യേകതകളെ കുറിച്ചും ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുമാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് അറിയുന്നവരുമുണ്ടാകാം, അറിയാത്തവരുമുണ്ടാകാം. വ്യക്തമായി മനസ്സിലാക്കുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ് അല്ലേ? ഖുർആനിലെ സത്യവും ഹദീസും എന്താണെന്ന് നോക്കാം നമുക്ക്. എന്തുകൊണ്ടാണ് ഈ ദിവസങ്ങൾക്ക് ഇത്രയും പവർ ഉള്ളത്? അല്ലാഹു തആല ഖുർആനിൽ സൂറത്തുൽ ഫജ്റിൽ ഒരു സത്യം ചെയ്യുന്നുണ്ട്. എന്താണ് ആ സത്യം? വൽ ഫജ്രി വലയാലിൻ നശ്ർ, അതായത് പ്രഭാതം തന്നെ സത്യം, 10 രാത്രികൾ സത്യം. അല്ലാഹു തആല ഒരു കാര്യത്തെ ചൊല്ലി സത്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വലിയ ഗൗരവമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കത് അറിയാം അല്ലേ? അറിയില്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കണം. ഈ 10 രാത്രികൾ ദുൽഹിജ്ജയിലെ 10 ദിനങ്ങളാണെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഞാൻ പറഞ്ഞു തരാം. ദുൽഹിജ്ജയിലെ ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെക്കാൾ ദുൽഹിജ്ജയിലെ ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെക്കാൾ അള്ളാഹുവിന് പ്രിയപ്പെട്ടത് മറ്റൊന്നുമില്ലാന്ന്. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ പുണ്യമുണ്ടോ എന്ന് സ്വഹാബികൾ മുത്തുനബിയോട് ചോദിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ പുണ്യമുണ്ടോന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അതെ, ജിഹാദിനേക്കാൾ പുണ്യമുണ്ട് തൻ്റെ ജീവനും സ്വത്തുമായി പോയി തിരിച്ചു വരാത്ത ഒരാളുടെ പ്രവൃത്തി ഒഴികെയെന്ന്. ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മളെ വീട്ടിലിരുന്ന് ചെയ്യുന്ന ചെറിയ ഇബാദത്തുകൾക്ക് പോലും ഇത്രയും വലിയ സ്ഥാനമാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ ദുൽഹിജ്ജയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ 10 ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രധാനമായും 4 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രധാനമായിട്ട് നമ്മൾ ഈ ദുൽഹിജ്ജയിൽ 4 കാര്യങ്ങൾ ചെയ്യണം. ഒന്നാമത്തേതെന്ന് പറയുന്നത് തക്ബീർ ചൊല്ലുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ഈ ദിവസങ്ങളിൽ തക്ബീറും തഹ്ലീലും തഹ്മീദും ധാരാളമായിട്ട് ചൊല്ലുക എന്ന്. എപ്പോഴും അടുക്കളയിലിരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും പഠിക്കുന്ന സമയത്ത് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക, യാത്രയിലൊക്കെ. അപ്പോൾ നമ്മളെല്ലാവരും ചൊല്ലുന്ന തക്ബീർ ഉണ്ടല്ലോ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ തക്ബീർ നമ്മുടെ വീടുകളിലും യാത്രകളിലും എപ്പോഴും മുഴങ്ങണം. വീടുകളിൽ കുറച്ച് ദിവസത്തേക്ക് പാട്ടൊക്കെ ഒഴിവാക്കിയിട്ട്, പാട്ട് വെക്കുന്നവർ പാട്ടൊക്കെ ഒഴിവാക്കിയിട്ട് തക്ബീറുകൾ മുഴങ്ങട്ടെ. രണ്ടാമത്തെ കാര്യം നോമ്പ് അനുഷ്ഠിക്കുക എന്നതാണ്. ദുൽഹിജ്ജ 1 മുതൽ 9 വരെ നോമ്പ് നോക്കൽ വലിയ പുണ്യമുള്ളൊരു കാര്യമാട്ടോ. ഇതിൽ ഒൻപതാമത്തെ ദിവസമായ അറഫ നോമ്പ് ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മുടെ കഴിഞ്ഞു പോയതും ഒരു വർഷത്തിന് വരാനിരിക്കുന്നതുമായ ഒരു വർഷത്തെയും പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകും. അല്ലാഹു തആല നമുക്ക് പൊറുത്തു തരും എന്നതാണ്. മനസ്സിലായില്ല? അപ്പോൾ ഈ നോമ്പ് എന്തായാലും നോക്കുക. പിന്നെ മുടി നഖം മുറിക്കൽ, പിന്നെ ബലി കൊടുക്കലും, കുർബാനി കഴിക്കലും. ഇനി ബലി നൽകുന്നതിനെ കുറിച്ചാണ്. ബലി നൽകാൻ ഉദ്ദേശിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദുൽഹിജ്ജ മാസം തുടങ്ങിയാൽ പിന്നെ നിങ്ങൾ ബലി അറക്കുന്നത് വരെ മുടിയോ നഖമോ
വെട്ടാൻ പാടില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സുന്നത്താണ്. ഹജ്ജിന് പോയ ഹാജിമാരുടെ ഒരു രീതി നമ്മൾ എന്ത് ചെയ്യാണ്, അനുകരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ദിവസങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നഖമോ മുടിയോ എന്താണ് ബലി അർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവർ കേട്ടോ, മുടിയോ നഖമോ ഒന്നും വെട്ടാൻ പാടില്ല. അതുപോലെ ബലികർമ്മം എന്നത് വെറും ഒരു ആഘോഷമല്ല കേട്ടോ, അത് അള്ളാഹുവിനോടുള്ള നമ്മളുടെ ഒരു അനുസരണമാണ്, ഒരു അനുസരണയാണ്. അള്ളാഹു താലയോടുള്ള നമ്മുടെ ഒരു അനുസരണയാണ്. അള്ളാഹു താലക്ക് നമ്മുടെ മാംസമോ രക്തമോ ഒന്നും ആവശ്യമില്ല. അള്ളാഹു താലക്ക് നമ്മുടെ ഭക്തിയാണ് ആവശ്യം. അതുകൊണ്ട് നല്ല നിയത്തോടു കൂടി വേണം നമ്മുടെ കുർബാനി നൽകാൻ, ബലി നൽകാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഈ 10 ദിവസങ്ങൾ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനും അള്ളാഹുവിലേക്ക് അടുക്കാനുമുള്ള വലിയൊരു അവസരമാണ്. അപ്പോൾ ഈ അവസരം നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. നമ്മൾ ഹജ്ജിന് പോയിട്ടുണ്ടാവില്ല, നമ്മളിൽ പലരും അല്ലേ, ഹജ്ജിന് പോയവരും ഉണ്ടാവും. ഹജ്ജിന് പോകാനുള്ള ഭാഗ്യവും കഴിവിനെയും അള്ളാഹു താല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജിന് പോകാൻ പറ്റിയില്ല എങ്കിലും നാട്ടിലിരുന്ന് തന്നെ വലിയ പ്രതിഫലം നേടാൻ ഈ ദിവസങ്ങൾ നമ്മളെ സഹായിക്കും. പരമാവധി നമ്മൾ തക്ബീറുകൾ ചൊല്ലുക, പാവപ്പെട്ടവരെ സഹായിക്കുക, കുടുംബ ബന്ധം പുതുക്കുക. ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അല്ലാഹു തആല നമ്മളുടെ എല്ലാവരുടെയും എല്ലാ ഇബാദത്തുകളും സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.